എലിമിനേറ്റർ പോരാട്ടത്തിൽ കരുത്തരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ വീഴ്ത്തി രണ്ടാം ക്വാളിഫയറിൽ പ്രവേശിച്ചിരിക്കുകയാണ് സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസ്. അഹമ്മദാബാദിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ 4 വിക്കറ്റിനാണ് RCBയെ സഞ്ജുപ്പട വീഴ്ത്തിയത്. വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ കരുത്തരായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് രാജസ്ഥാൻ നേരിടാൻ പോകുന്നത്. തുടർച്ചയായ 4 തോൽവികൾക്ക് ശേഷമാണ് രാജസ്ഥാന്റെ ഈ ജയം എന്നതാണ് ഏറെ ശ്രദ്ധേയം. അവസാനം വരെ ആവേശം നീണ്ട പോരാട്ടത്തിലാണ് രാജസ്ഥാൻ റോയൽസിന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ വീഴ്ത്താൻ സാധിച്ചത്. ജയത്തെക്കാൾ ഉപരി രാജസ്ഥാന് ഏറെ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളും ഈ കളിയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇത് ക്വാളിഫയർ മത്സരത്തിന് മുമ്പ് രാജസ്ഥാനെ കൂടുതൽ കരുത്തരാക്കും എന്നത് ഉറപ്പാണ്. ടൂർണമെന്റിലെ ഏറ്റവും നിർണായക മത്സരത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ സീനിയർ ബോളർ അശ്വിൻ ഏറ്റവും മികച്ച ഫോമിലേക്ക് എത്തിയതാണ് രാജസ്ഥാൻ റോയൽസിന് ഈ കളിയിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ പോസിറ്റീവ്. RCBക്കെതിരായ എലിമിനേറ്റർ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഏറ്റവും മികച്ച ബോളറായിരുന്നു അശ്വിൻ. 4 ഓവറുകളിൽ വെറും 19 റൺസ് മാത്രം വിട്ടുകൊടുത്ത 2 നിർണായക വിക്കറ്റുകളാണ് അശ്വിൻ പിഴുതത്. RCBയുടെ നെടുന്തൂണുകളായ രജത് പട്ടീദറിന്റെയും ഗ്ലെൻ മാക്സ്വെല്ലിനെയുമാണ് അശ്വിൻ പവലിയനിലേക്ക് മടക്കി അയച്ചത്. മത്സരത്തിലെ കേമനായി തെരഞ്ഞെടുക്കപ്പെട്ടതും അദ്ദേഹം തന്നെയാണ്. നിർണായക ഘട്ടത്തിൽ അശ്വിൻ ഫോമിലായത് രണ്ടാം ക്വാളിഫയറിന് മുമ്പ് രാജസ്ഥാനും നായകനായ സഞ്ജുവിനും നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. ലീഗ് ഘട്ടത്തിൽ ഇക്കുറി 1 സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും നേടിയിരുന്നുവെങ്കിലും രാജസ്ഥാൻ റോയൽസ് പ്രതീക്ഷിച്ച മികവിലേക്ക് ഉയരാൻ യശസ്വി ജയ്സ്വാളിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ എലിമിനേറ്റർ പോരാട്ടത്തിൽ ടീമിന് ആവശ്യമായ സമയത്ത് മികച്ചൊരു ഇന്നിംഗ്സുമായി അദ്ദേഹം തകർത്തു. ആക്രമണ ഇന്റന്റോടെ ബാറ്റ് വീശിയ ജയ്സ്വാൾ 30 പന്തുകളിൽ നിന്ന് 8 ബൗണ്ടറികളോടെ 45 റൺസാണ് ഈ കളിയിൽ നേടിയത്. ജയ്സ്വാളിന്റെ ഇന്നിംഗ്സ് മികച്ച തുടക്കം നേടാൻ രാജസ്ഥാനെ സഹായിക്കുകയും ചെയ്തു. എലിമിനേറ്ററിൽ ജയ്സ്വാൾ ഫോമിലേക്ക് എത്തിയത് ക്വാളിഫയർ മത്സരത്തിനിറങ്ങുമ്പോൾ രാജസ്ഥാന് വലിയ ശക്തി തന്നെ പകരുമെന്നാണ് ഉറപ്പാകുന്നത്. പരിക്കിനെ തുടർന്ന് രാജസ്ഥാൻ കളിച്ച അവസാന 3 മത്സരത്തിലും എത്താതിരുന്ന ഹെറ്റ്മെയർ RCBക്കെതിരായ എലിമിനേറ്ററിൽ ഇമ്പാക്ട് പ്ലെയറായി കളത്തിലെത്തിയിരുന്നു. ടീം ഏറെ ആഗ്രഹിച്ച ഹെറ്റ്മെയറുടെ കിടിലൻ തിരിച്ചുവരവാണ് പിന്നീട് കണ്ടത്. വെറും 14 പന്തുകളിൽ നിന്ന് 3 ബൗണ്ടറികളും 1 സിക്സറും അടക്കം 26 റൺസ് എടുത്ത് അദ്ദേഹം അതിവേഗം കളി രാജസ്ഥാന് അനുകൂലമാക്കുകയായിരുന്നു. പരിക്കുമാറി ഹെറ്റ്മെയർ തിരിച്ചെത്തിയതും നിർണായക സമയത്ത് ഫോമിലേക്ക് വന്നതും രാജസ്ഥാനെ അടുത്ത കളിക്ക് മുൻപ് കൂടുതൽ കരുത്തന്മാരാക്കി മാറ്റുകയാണ്. ലീഗിൽ അവസാനം കളിച്ചിരുന്ന 5 മത്സരങ്ങളിൽ 4ലും തോറ്റിരുന്ന രാജസ്ഥാൻ റോയൽസിന്റെ ഗംഭീര തിരിച്ചുവരവാണ് എലിമിനേറ്ററിൽ കണ്ടുകഴിഞ്ഞിരിക്കുന്നത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത RCB 20 ഓവറുകളിൽ 172 എന്ന മികച്ച സ്കോർ നേടിയപ്പോൾ രാജസ്ഥാൻ റോയൽസ് 6 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റിന്റെ വിജയം കരസ്ഥമാക്കുകയായിരുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരായ എലിമിനേറ്റർ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെന്ന് കളിക്കിടെ വ്യക്തമായിരുന്നു. ടീമിന്റെ ബാറ്റിംഗ് സമയത്ത് യശസ്വി ജയ്സ്വാളും പൂർണ്ണ ഫിറ്റ്നസിലല്ല കളിക്കുന്നത് എന്ന സൂചനകൾ ലഭിച്ചു. മത്സരശേഷം സംസാരിക്കവേ രാജസ്ഥാൻ നായകൻ തന്നെ ടീം ക്യാമ്പിനുള്ളിലെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തലും നടത്തിയിട്ടുണ്ട്. താൻ പൂർണ്ണ ആരോഗ്യവാനല്ലെന്ന് വെളിപ്പെടുത്തിയ സഞ്ജു ടീമിൽ മറ്റു ചിലരും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം എലിമിനേറ്ററിലെ കിടിലൻ ജയത്തിന് ശേഷം ടീമിലെ ബോളർമാർക്ക് സഞ്ജു പ്രധാനമായും ക്രെഡിറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. മത്സരത്തിൽ മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ച ട്രെന്റ് ബോൾട്ടിനെയും അശ്വിനെയും അഭിനന്ദിക്കാനും മറക്കാതിരുന്ന സഞ്ജു പരാഗ്, ജയ്സ്വാൾ, ജൂറൽ എന്നിവരെയും വാനോളം പ്രശംസിച്ചിട്ടുണ്ട്. പരിചയസമ്പത്ത് കുറവാണെങ്കിലും ഇവർ നടത്തുന്ന പ്രകടനങ്ങൾ അതിശയകരമാണെന്നാണ് സഞ്ജു അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എലിമിനേറ്റർ ജയിച്ച് ക്വാളിഫയർ 2ലേക്ക് എത്തുന്ന രാജസ്ഥാൻ റോയൽസിനെ അവിടെ കാത്തിരിക്കുന്നത് കരുത്തന്മാരായ സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. ആദ്യ ക്വാളിഫയറിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് പരാജയപ്പെട്ടാണ് ഹൈദരാബാദ് രണ്ടാം ക്വാളിഫയറിലേക്ക് എത്തിയിട്ടുള്ളത്. വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ ചെന്നൈയാണ് വേദിയാകുന്നത്. ഈ കളിയിൽ വിജയിക്കാനായാൽ ടീമിന് ഫൈനലിലേക്ക് മാർച്ച് ചെയ്യാം. ഈ സീസണിൽ 1 തവണയാണ് രാജസ്ഥാനും ഹൈദരാബാദും നേർക്കുനേർ വന്നിട്ടുള്ളത്. അന്ന് 1 റൺസിന്റെ ജയം ഹൈദരാബാദ് സ്വന്തമാക്കിയിരുന്നു. ഈ തോൽവിക്ക് പകരം വീട്ടുക എന്ന ലക്ഷ്യവും വെള്ളിയാഴ്ച രാജസ്ഥാനുണ്ട്.